CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിന്റെ പേരിൽ അനിൽ ആന്റണി 25 ലക്ഷം കൈപ്പറ്റിയെന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ തെളിവുകൾ പുറത്തുവിട്ട് TG നന്ദകുമാർ. അനിൽ പണം വാങ്ങിയെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളും രേഖകളുമാണ് നന്ദകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിരത്തിയത്. പിന്നാലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ശോഭ സുരേന്ദ്രൻ 10 ലക്ഷം രൂപ വാങ്ങിയതിന് തെളിവുകൾ ഉണ്ടെന്നും ദല്ലാൽ നന്ദകുമാർ ആരോപിച്ചു. ഇതിന്റെ റെസിപ്റ്റുകളും ദല്ലാൽ പുറത്തുവിട്ടിട്ടുണ്ട്. NDA അധികാരത്തിൽ വന്നാലും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാലും താൻ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നാണ് നന്ദകുമാർ പറയുന്നത്. അനിൽ ആന്റണി ഡൽഹിയിലെ സൂപ്പർ ദല്ലാളാണെന്നാണ് നന്ദകുമാർ പറയുന്നത്. സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിന് 25 ലക്ഷം രൂപ അനിൽ ആന്റണി കൈപ്പറ്റി എന്നതായിരുന്നു പ്രധാന ആരോപണം. നിയമനം ലഭിക്കാതെ വന്നതോടെ പണം തിരികെ കിട്ടാൻ PJ കുര്യനും PT തോമസും ഇടപെട്ടുവെന്നും ദല്ലാൾ പറഞ്ഞിരുന്നു. ഡിഫൻസ് മിനിസ്റ്റർ പദവി UPA 1-2 സർക്കാരുകളെ വിറ്റ് കാശാക്കിയ ഒരു ഇടനിലക്കാരനാണ് അനിൽ ആന്റണി. 2013 ഏപ്രിലിൽ ഡൽഹിയിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ചാണ് നന്ദകുമാർ അനിലിന് പണം കൈമാറിയത്. CBI ഡയറക്ടറായിരുന്ന രഞ്ജിത്ത് സിൻഹയ്ക്ക് നൽകാനാണ് അനിലിന് പണം നൽകിയത്. നിയമനം ലഭിച്ചില്ല. പണം തിരികെ നൽകാൻ അനിൽ തയ്യാറായില്ല. PJ കുര്യനോട് കാര്യം പറഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല. PT തോമസ് ഇടപെട്ടിട്ടാണ് 5 ഗഡുക്കളായി പണം തിരികെ ലഭിച്ചത്. NDA മന്ത്രിസഭ വന്നപ്പോൾ പരാതി കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ PJ കുര്യനാണ് പിന്തിരിപ്പിച്ചതെന്നും ആന്റണിയുടെ വീട്ടിൽ വെച്ചും അനിൽ ഇടപാടുകൾ നടത്തിയെന്നും പിടിക്കപ്പെടാതിരിക്കാനാണ് അനിൽ ഇപ്പോൾ BJPയിൽ ചേർന്നതെന്നും ദല്ലാൽ പറഞ്ഞുവെച്ചു. അനിൽ ഇതെല്ലാം നിഷേധിച്ചാൽ തെളിവുകൾ ഹാജരാക്കാമെന്നും നന്ദകുമാർ വെല്ലുവിളിച്ചിരുന്നു. എന്നാൽ ആരോപണം ഉന്നയിച്ച ആൾ സാമൂഹ്യ വിരുദ്ധനാണെന്നും പറയുന്നതെല്ലാം പച്ചക്കള്ളമാണെന്നും അനിൽ ആവർത്തിച്ചു. നന്ദകുമാറിന്റെ നീക്കങ്ങൾക്ക് പിന്നിൽ രാജ്യവിരുദ്ധതയാണെന്നും കോൺഗ്രസിന്റെ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നും അനിൽ ആരോപിച്ചു. ശോഭ സുരേന്ദ്രന് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് 10 ലക്ഷം രൂപ നൽകിയിരുന്നു. ഭൂമി ഇടപാടിന് കരാറുണ്ടായിരുന്നില്ല. അക്കൗണ്ട് വഴിയാണ് തുക നൽകിയത്. ഈ പണം തരാമെന്ന് പറഞ്ഞതല്ലാതെ തിരികെ നൽകിയിട്ടില്ലെന്നും ദല്ലാൽ നന്ദകുമാർ വ്യക്തമാക്കിയിരുന്നു. ശോഭ സുരേന്ദ്രൻ നേരിട്ട് വിളിച്ചാണ് ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടത്. ശോഭയുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. ശോഭയ്ക്കൊപ്പമുള്ളവർ ബന്ധപ്പെട്ട് പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശോഭ സുരേന്ദ്രൻ പോണ്ടിച്ചേരി ലഫ്റ്റനന്റ് ഗവർണറാകാൻ ശ്രമം നടത്തിയിരുന്നതായും ദല്ലാൽ വെളിപ്പെടുത്തി.